പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചർ. നമ്മൾ കൂട്ടക്ഷരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതിന് ഇങ്ക പഠിച്ചു. ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇഞ്ച എന്നാണ്. വ്യത്യസ്ത അക്ഷരങ്ങൾ ചേരുന്ന കൂട്ടക്ഷരങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ങ്ങായും കായും ചേരുന്ന ഇങ്ക പഠിച്ചു. ഇനി ഞായും ചായും ചേരുന്ന ഇഞ്ച എന്ന അക്ഷരമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതിന് ടീച്ചർ ഒരു ആനിമേഷൻ സോങ് നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. അത് കേൾക്കാം, പഠിക്കാം, അതിൽ വരുന്ന വാക്കുകൾ പഠിക്കാം. അപ്പം ഇന്നത്തെ പാട്ടിൻ്റെ പേരെന്താണെന്നറിയോ? പഞ്ചവർണ്ണക്കിളി. അപ്പം എല്ലാവരും ഓടി വരും, നമുക്ക് പഠിക്കാം. പഞ്ചവർണ്ണക്കിളി. പഞ്ചവർണ്ണക്കിളി പെണ്ണാളെ നീ ഒളിച്ചിരിപ്പാണോ? മഞ്ചാടിക്കുന്നിലെ മൈലാഞ്ചിക്കാട്ടിലെ ഒളിച്ചിരിപ്പാണോ? നീ ഒളിച്ചിരിപ്പാണോ? കൊഞ്ചിക്കുഴഞ്ഞു ചാഞ്ചാടിയാടി പുഞ്ചവയലിൽ നീ പോകുമ്പോൾ തഞ്ചത്തിൽ വന്ന് പുന്നാരം ചൊല്ലാനായി ആൺകിളി നിന്നെ കാത്തിരിക്കും, പുഞ്ചവരമ്പത്ത് കാത്തിരിക്കും. വഞ്ചി തുഴഞ്ഞെത്തും കുഞ്ചനും കുഞ്ചിയും മഞ്ചാടി വാരി കളിക്കാനായി പുഞ്ചിരി തൂകി തട്ടിയെടുത്ത് കാഞ്ചനക്കൂട്ടിലടച്ചിടും, നിന്നെ കാഞ്ചനക്കൂട്ടിലടച്ചിടും. സഞ്ചരിക്കാനും കൊഞ്ചിപ്പറയാനും ആരോരുമില്ലാതെ തേങ്ങിയിടും, നീ ആരോരുമില്ലാതെ തേങ്ങിയിടും. മൊഞ്ചത്തി പഞ്ചവർണ്ണക്കിളി വേഗം നീ ആൺകിളിയോടൊപ്പം കൂടുവെച്ചോ, ദൂരെ പോയി കൂടുവെച്ചോ. പഞ്ചമം പാടും കുയിലുകളും ചാഞ്ചാടിയാടും മയിലുകളും വർണ്ണപ്രപഞ്ചം നിറഞ്ഞൊരു ഭൂമിയിൽ മതിവരുവോളം സഞ്ചരിച്ചോ, നീ മതിവരുവോളം സഞ്ചരിച്ചോ. രോമാഞ്ചം കൊള്ളുന്ന പച്ചപ്പുൽമേടുകൾ, തൈമണിക്കാറ്റിൻ്റെ പഞ്ചവാദ്യം, ചിഞ്ചിലം താളം ചവിട്ടി നീ നന്നായി അഞ്ചിതമോടെ നൃത്തമാടൂ, പഞ്ചവർണ്ണക്കിളി നൃത്തമാടൂ. പുഞ്ചിരി തൂകട്ടെ ഈ പ്രപഞ്ചം, എന്നും പുഞ്ചിരി തൂകട്ടെ ഈ പ്രപഞ്ചം. ഇഞ്ചാന്നെങ്ങനെ എഴുതാം നോക്കാം. ആദ്യം ഞായും പിന്നെ ചായും ചേർത്ത് എഴുതിയതാണ് ഇഞ്ച. ആദ്യം ഞാൻ എഴുതുക, പിന്നെ ചാന്നുള്ളതിൻ്റെ വാലിടുക. അപ്പം ഇഞ്ചാന്നുള്ള അക്ഷരമായി, കണ്ടില്ലേ? ഇനി ഇത് വരുന്ന വാക്കുകൾ: പഞ്ചവർണ്ണക്കിളി, മഞ്ചാടിക്കുന്ന്, മൈലാഞ്ചിക്കാട്, കൊഞ്ചിക്കുഴഞ്ഞ്, ചാഞ്ചാടിയാടി, പുഞ്ചവയൽ, തഞ്ചത്തിൽ, വഞ്ചി, കുഞ്ചൻ, കുഞ്ചി, മഞ്ചാടി, പുഞ്ചിരി, കാഞ്ചനക്കൂട്, സഞ്ചരിക്കുക, കൊഞ്ചിപ്പറയുക, മൊഞ്ചത്തി, പഞ്ചമം, പ്രപഞ്ചം, രോമാഞ്ചം, അഞ്ചിതം, ചിഞ്ചിലം, പഞ്ചവാദ്യം. ഇനി നമ്മൾ ഏതക്ഷരം പഠിച്ചേ? ഇഞ്ച എന്ന അക്ഷരം അല്ലേ? പഞ്ചവർണ്ണക്കിളിയുടെ പാട്ട് പഠിച്ചു, ഇഞ്ച വരുന്ന കുറേ വാക്കുകൾ പഠിച്ചു. ഇനി കൂടുതൽ വാക്കുകൾ നിങ്ങൾ കണ്ടെത്തണം, എഴുതണം, പഠിക്കണം, വായിക്കണം. അടുത്തൊരക്ഷരമായിട്ട് ടീച്ചർ വരാം. ബൈ.